ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പ്രഗ്നൻസി അപ്ഡേറ്റ്സ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ ഇടാത്ത സമയത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഇടാറുണ്ട്. അതിൻ്റെ അകത്തൂടെ കമൻസിലൂടെ നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ അനോമലി സ്കാനിന് ശേഷം പിന്നെ ചെയ്യുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് അല്ല, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് പ്രഗ്നൻസി എൻ്റെ 3rd പ്രഗ്നൻസി ആണെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് TT എടുക്കുന്നതാണ്. 2 TT എടുക്കാനുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ശേഷമുള്ള പെയിൻ എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കുമ്പോൾ പേടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യമാണ് ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഈ ഗ്ലൂക്കോസ് എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ടെസ്റ്റുകളൊക്കെ മുമ്പേ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓരോ കുട്ടികളെ കാണുമ്പോൾ ടെൻഷനാവും. കാരണം ഓരോ ടെസ്റ്റ് ചെയ്യാത്തത് കാരണവും നമുക്കൊന്നും അറിയാൻ പറ്റാത്ത കാരണമൊക്കെ ഓരോ കുട്ടികൾ നമ്മുടെ ഭൂമിയിലോട്ടേക്ക് വരുന്നത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന കാണുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പം ഞാൻ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം, ഡോക്ടർ പറയുന്ന അളവിലുള്ള ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ അളവ് എന്ന് പറയുന്നത് 75 ഗ്രാം ആയിരുന്നു. അപ്പോൾ ആ 75 ഗ്രാം നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ കൊടുത്തിട്ട് ആ ഒരു അളവിലെടുത്ത് അതിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് റെമിസ്കി തന്നെ കേട്ടോ എനിക്കെല്ലാം ചെയ്തു തരുന്നത്. അത് കുടിച്ച് ഒരു 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സത്യത്തിൽ ഞാനത് കുടിക്കുന്ന സമയത്ത് എൻ്റെ എക്സ്പ്രഷൻ ഒരുപാടുണ്ട് കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കാരണം എനിക്ക് തന്നെ അത് കാണുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ നിങ്ങളോട് പുതിയ മമ്മാസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡോക്ടേഴ്സ് ഇപ്പോൾ പുതിയ പുതിയ ടെസ്റ്റുകൾ പറയുന്നുണ്ടാവും. അത് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യാണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ. ജനിതക വൈകല്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ വേണ്ടി പല ടെസ്റ്റുകളും ചെയ്യുന്നത് ആവശ്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മുടെ ഗൈനക്ക് പറയുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്യാം. ബ്ലഡ് കൊടുത്തതിന് ശേഷം എനിക്ക് ഒടുക്കത്തെ വിശപ്പായിരുന്നു കേട്ടോ. കാരണം ഞാൻ രാവിലെ എഴുന്നേക്കാൻ ലേറ്റാവും. പിന്നെ ബ്ലഡ് കൊടുക്കാൻ, ഗ്ലൂക്കോസ് കഴിച്ച് പോവാൻ 2 മണിക്കൂർ, അങ്ങനെ ഒരുപാട് ടൈം എടുത്ത കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് സ്നാക്സൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ വ്യൂവേഴ്സിനകത്ത് ഒരുപാട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, എൻ്റെ അതേ ടൈമിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബിനെ കിട്ടട്ടെ. പുതിയൊരു വീഡിയോ ഉടനെ വരെ. അതുവരേക്കും ബൈ.